ഹലോ കൂട്ടുകാരെ, അപ്പൊ ഇത് നമ്മുടെ തേൻ വരിക്ക ചക്കപ്പഴമാണ് കേട്ടോ. ഇത് കണ്ടാൽ കഴിക്കാതിരിക്കാൻ പറ്റുമോ? തേൻ ഇങ്ങനെ ഊറി ഊറി വരും. അപ്പൊ ഞാൻ ഇത് കഴിച്ച് എനിക്കിത് വലിയ പണി കിട്ടി. ലൂസ് മോഷൻ ഒന്നും അല്ല, ആരും തെറ്റിദ്ധരിക്കണ്ട. നമുക്ക് പ്രസവ വേദന വരുന്ന പോലൊരു വേദനയൊക്കെ വന്ന്. പക്ഷെ ഇത് ചക്കപ്പഴം ഇതുപോലെ അല്ലെങ്കിൽ ചക്ക എന്തെങ്കിലും കഴിച്ചിട്ട് വിഷമമുള്ള ബുദ്ധിമുട്ടുള്ളവർ ഈ പറഞ്ഞതുപോലെ ഒരു കല്ലുപ്പ് എടുത്ത് വായിലിട്ട് അലിച്ചിട്ട് ഇത് കഴിച്ചോളൂ. ഇതിന്റെ ചവണി പോലും എനിക്ക് കളയാൻ തോന്നത്തില്ല കേട്ടോ. അപ്പൊ ആ ഒരു ടിപ്പ് ഉപയോഗിച്ചോളൂ കേട്ടോ. പിന്നെ ഞാൻ ചോറ്, ചക്ക, പയറ് മെഴുക്കുവരട്ടി, മോര്, മീൻകറിയൊക്കെ കൂട്ടി ഉച്ചയ്ക്ക് ചോറ് കഴിച്ചു. എനിക്ക് വെളിയിൽ ഇരുന്ന് ചോറ് കഴിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. അല്ലെങ്കിൽ തറയിലിരുന്നു. ഞാൻ അങ്ങനെ കസേരയിൽ പോയിരുന്ന് അങ്ങനെ കഴിക്കുന്ന ഒരു പ്രവണതയില്ല കേട്ടോ. അപ്പൊ നമ്മൾ തറയിലൊക്കെ ഇരിക്കുമ്പോൾ സൂക്ഷിക്കണം, ജന്തുക്കളുടെ ശല്യം കൂടുതലാണ്. അപ്പൊ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ തറയിലിരുന്നാണ് ചമ്മണം പൂട്ടിയൊക്കെ ഇരുന്നൊക്കെ കഴിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അച്ഛന്റെ ആണ്ടായതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കണമായിരുന്നു. അപ്പൊ ഞാനും അമ്മയും എല്ലാവരും കൂടെ പോയി അവിടെ പോയി അതൊക്കെ ഒന്ന് വൃത്തിയാക്കി. അങ്ങനെ കുറച്ചു നേരം കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോഴാണ് അമ്മ ഇലയപ്പം ഉണ്ടാക്കാനുള്ള വയണയിലയപ്പം അല്ലേ, അതൊക്കെ ഉണ്ടാക്കാനായിട്ട് തയ്യാറാക്കി വെച്ചേക്കുന്നു. ഞാൻ എന്റെ സ്വഭാവം കാണിച്ചു. ഞാൻ പോയി ഇതൊക്കെ എടുത്ത് ഇതുപോലെ നമ്മൾ അതെടുത്ത് പച്ചക്ക് എടുത്ത് തിന്നുമല്ലോ. പിന്നെ അത് അമ്മ അത് കുറച്ച് ഉണ്ടാക്കിയായിരുന്നു. അതും തേയില വെള്ളവും കഴിച്ചു കേട്ടോ. ഞാൻ തേയില വെള്ളമാണ് കൂടുതലും കുടിക്കുന്നത്, പനിയും കൂടെ ആയതുകൊണ്ട്. അപ്പൊ അതിനും കൂടെ കഴിച്ചു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ. അപ്പൊ ടാറ്റാ ബൈ, ഓക്കെ, സീ യു.